من سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله عنده علم الساعة وينزل الغيث ويعلم ما في الأرحام وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت إن الله عليم خبير. സ്നേഹവും ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി നമ്മുടെ ജീവിതത്തെ ഒരുക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അവൻ്റെ കൃത്യമായ ശക്തമായ കഴിവിലൂടെയാണ് ഈ ലോകവും ഇതിലുള്ളത് മുഴുവനും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഇല അനങ്ങുന്നത് പോലും അള്ളാഹു അറിയാതെയില്ല. കാരുണ്യവാനായ അള്ളാഹു നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം സൂക്ഷ്മതയോടെ അത് ഉൾക്കൊള്ളുകയും അത് പ്രാവർത്തികമാക്കുകയും മനസ്സിലാക്കുകയും ആണെങ്കിൽ അള്ളാഹുവിൻ്റെ വിളി എപ്പോഴാണോ വരുന്നത് അത് നാം ഹാർദവമായി സ്വീകരിക്കാൻ, അള്ളാഹുവിനെ സന്തോഷത്തോടെ കണ്ടുമുട്ടാൻ നമുക്ക് കഴിയും. അശ്രദ്ധയിലായിക്കൊണ്ടാണ് നമ്മുടെ ജീവിതത്തെ, അഥവാ അള്ളാഹുവിനെ കണ്ടുമുട്ടും എന്ന ഒരു ചിന്തയില്ലാതെ, മരണബോധമില്ലാതെ ആണ് നാം മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായും നാം ഖേദിക്കേണ്ടി വരും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഈ ഭൂമിയിൽ ജനിച്ചു വീണ എല്ലാവരും അള്ളാഹുവിലേക്ക് പോകേണ്ടവരാണ്. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. അത്യുദാരനും ഉന്നതനുമായ അല്ലാഹുവല്ലാത്ത എല്ലാം നശിക്കാനുള്ളതാണ്, നശിക്കുന്നതാണ്. അല്ലാഹു മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ അല്ലാഹുവിനെ നാം കണ്ടുമുട്ടും എന്നതും അതിൻ്റെ മുന്നോടിയായിക്കൊണ്ടുള്ള മരണം വിശ്വാസികൾക്ക് അത് ഒരു അനുഗ്രഹമാണ്. സത്യവിശ്വാസം മുറുകെ പിടിക്കുകയും ഒരു വിധത്തിലുള്ള ആ വിഷയത്തിൽ വിട്ടുവീഴ്ചയുമില്ലാതെ ഏതെല്ലാം രംഗങ്ങൾ നാം നേരിടേണ്ടി വന്നാലും
ഏതെല്ലാം പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വന്നാലും തൗഹീദിന്റെ വിഷയത്തിൽ, ഇസ്ലാമിൻ്റെ ഈമാനിൻ്റെ അടിസ്ഥാന വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് നാം സ്വീകരിച്ചാൽ തീർച്ചയായും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കാതിരിക്കില്ല. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ പിതാവിനോട്, തൻ്റെ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഖുർആനിലുണ്ട്. ഈ വിഷയത്തിൽ തൻ്റെ പിതാവും തൻ്റെ ജനങ്ങൾ അടക്കം, ഭരണാധികാരികൾ അടക്കം അദ്ദേഹത്തിനെതിരിലായി നിന്നപ്പോൾ ഈ ഭൂമിയുടെ മുകളിൽ ഈ വചനം പറയാൻ അദ്ദേഹമല്ലാതെ വേറെ ആരുമില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മാലാഖ പോലും വന്ന് ചോദിച്ചു, അങ്ങക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല എന്നാണ്. നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമില്ല, എനിക്ക് അള്ളാഹു മതി എന്ന ഈ ഒരു നിലപാടായിരിക്കണം അദ്ദേഹത്തിൻ്റെ മക്കളാകുന്ന, പിൻഗാമികളാകുന്ന നമുക്കും ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടത്. വഇദ് ഖാല ഇബ്രാഹിമു ലി അബീഹി വഖൗമിഹി, അസ്സുഖ്റഫ് അധ്യായത്തിൽ അള്ളാഹു പറയുന്നു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ പിതാവിനോടും ജനങ്ങളോടും പറഞ്ഞ ഒരു വാർത്ത പ്രവാചകരെ അങ്ങക്കും സ്മരണീയമാണ്. അങ്ങയുടെ സമുദായവും ഇത് ഓർമ്മ വയ്ക്കേണ്ടതാണ്. ഇന്നനി ബറാഉം മിമ്മ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ എല്ലാ വേസ്റ്റുകളിൽ നിന്നും ഞാൻ ഒഴിവാണ്. അതിനൊന്നിനെയും വണങ്ങാനോ അവകൾക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കാനോ അവരോട് പ്രാർത്ഥിക്കാനോ അവരോട് ഇസ്തിഗാസ ചെയ്യാനോ ഇസ്തിആനത്ത് നടത്താനോ ഞാനില്ല. ഇന്നനി ബറാഉം മിമ്മ തഅ്ബുദൂൻ, നിങ്ങൾ ഇബാദത്തായി ചെയ്യുന്ന എല്ലാത്തിൽ നിന്നും ഞാൻ ഒഴിവാണ്. ഇല്ലല്ലദീ ഫതറനി, ഒരുവനെ ഒഴികെ, അവനാണ് എന്നെ പടച്ചത്. എന്നെ സൃഷ്ടിച്ച, എന്നെ പടച്ച, എന്നെ സംവിധാനിച്ച അവനെ അല്ലാതെ വേറെ ആരെയും, നിങ്ങൾ ഈ ആരാധിക്കുന്ന ഒന്നിനെയും ഞാൻ ആരാധിക്കുകയില്ല. ഫഇന്നഹു സയഹ്ദീൻ, അവൻ എനിക്ക് വഴി കാട്ടിത്തരും. അൽ കഹ്ഫ് അധ്യായം വെള്ളിയാഴ്ച ദിവസം എല്ലാവർക്കും ഓതൽ സുന്നത്തുള്ളതാണ്. റസൂൽ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ അൽ കഹ്ഫ് വെള്ളി ഓതിയാൽ അടുത്ത വെള്ളി വരെയും അവന് ഈമാനികമായ ഒരു പ്രകാശം അവന് ലഭിക്കുക തന്നെ ചെയ്യും. അതിൽ നമുക്ക് കാണാം 14-ാമത്തെ അധ്യായത്തിലായി കുറെ ഔലിയാക്കന്മാരായ യുവാക്കളെ അള്ളാഹു പരിചയപ്പെടുത്തുന്നു. അവർ അവരുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവനായ ദഖ്യാനൂസ് രാജാവിനോട് അവർ തൻ്റെ ഇടത്തോടുകൂടി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞതും ഇതേ വാക്കാണ്. ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശത്തത. അവരവരുടെ നാട്ടിൽ നിന്നും പോരേണ്ടി വന്നു ഈ ഒരൊറ്റ കാര്യത്തിനു വേണ്ടി. അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കണം, അവരോട് ദുആ ചെയ്യണം, അവരോട് പ്രാർത്ഥിക്കണം, അവർക്ക് വഴിപാടുകൾ അർപ്പിക്കണം, നേർച്ചകൾ അർപ്പിക്കണം, അവരോട് ഇസ്തിഗാസത്തും ഇസ്തിആനത്തും ഒക്കെ തേടണം എന്ന് സ്വന്തം നാട്ടിലെ നാട്ടാരും രാജാവും ഒക്കെ പറഞ്ഞപ്പോൾ ഈ 7 ചെറുപ്പക്കാർ തൻ്റെ ഇടത്തോടു കൂടി അതിനെതിരിൽ നിന്ന് നാട് വിട്ടു പോരുകയും അള്ളാഹു അവരെ ഒരു ഗുഹയിൽ സംരക്ഷിക്കുകയും ചെയ്തു. ആ പേരിലാണ് ഇന്നും ആ അധ്യായം അറിയപ്പെടുന്നു, അൽ കഹ്ഫ്, ഗുഹാവാസികളെന്ന അസ്ഹാബുൽ കഹ്ഫ്. ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശത്തത. ഞങ്ങളെങ്ങാനും, ഞങ്ങളെ സൃഷ്ടിച്ച രക്ഷിതാവല്ലാത്ത, അല്ലാഹുവല്ലാത്ത വേറൊരു ഇലാഹിനോടെങ്ങാനും ഞങ്ങൾ ദുആ ചെയ്തു പോയാൽ ഞങ്ങൾ അക്രമം പറഞ്ഞവരായി തീരും, ഞങ്ങൾക്കതിന് കഴിയില്ല. അള്ളാഹു അവരെ സംരക്ഷിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതുപോലെ നമ്മുടെ മസ്ജിദിൽ എല്ലാ വെള്ളിയാഴ്ചയും ആദ്യമേ തന്നെ വരുന്ന ഒരു മഹാമനുഷ്യനുണ്ടായിരുന്നു. നാം ഒന്നും അദ്ദേഹത്തിൻ്റെ മഹത്വം ഇത്രയും മനസ്സിലാക്കിയില്ല. കഴിഞ്ഞ വെള്ളിയും ഇതേ സമയത്ത് അദ്ദേഹമുണ്ട്.
തൗഹീദി വിഷയത്തിലും ഇസ്ലാമിക വിഷയത്തിലും കർശനക്കാരനായിരുന്നു. നമ്മളെല്ലാവരും തൗഹീദുള്ളവരാ, അള്ളാഹു നിലനിർത്തട്ടെ മരണം വരെയും. എന്ത് വിഷയം വന്നാലും അതിനൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലയിലുള്ള ഇസ്തിഖാമത്ത്. വബിൽ ആഖിറത്തി ഹും യൂഖിനൂന, ആഖിറത്തിന്റെ കാര്യത്തിൽ ദൃഢതയുള്ളവരാണെന്ന് അള്ളാഹു പറഞ്ഞ ആ ഈഖാൻ ഉള്ളവരാക്കി അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ, നമ്മുടെ ആ സഹോദരനെയും. അദ്ദേഹം ഇബ്രാഹിം നബി പറഞ്ഞതുപോലെ എൻ്റെ മനസ്സ് പറയുന്നു, അദ്ദേഹത്തിന് ജന്മം നൽകിയവരോടും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകണം. ഇന്നനി ബറാഉം ബിമാ തഅബുദൂന ഇല്ലല്ലദീ ഫതറനി. അറബിയിലല്ല, മലയാളത്തിലായിരിക്കും. ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ച, എന്നെ സംവിധാനിച്ച, എനിക്ക് ജന്മം നൽകിയ ഒരുത്തനെയല്ലാതെ മാതാവേ, പിതാവേ, ബന്ധക്കാരെ, നാട്ടുകാരെ, നിങ്ങളീ ആരാധിക്കുന്ന ഒന്നിനെയും ആരാധിക്കാൻ ഞാനില്ല. അദ്ദേഹം അവിടെ നിന്ന് കടമെടുത്തതായിരിക്കാം. ഇന്നനി ബറാഉം മിമ്മാ തഅബുദൂൻ അല്ലദീ ഖലഖ ഇല്ലല്ലദീ ഫതറനി ഫഇന്നഹു സയഹ്ദി വജഅലഹാ കലിമത്തൻ ബാഖിയത്തൻ ഫീ അഖിബിഹി. അള്ളാഹു പറയുന്നു, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ വാക്കുണ്ടല്ലോ, ഈ തൗഹീദ്, അള്ളാഹുവിനെ മാത്രമേ ഞാൻ ആരാധിക്കൂ എന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ജീവനുള്ള മനുഷ്യരിൽ ഒരേ ഒരു ആള്, അദ്ദേഹത്തിന്റെ നാട്ടുകാരോടും ജന്മം നൽകിയ പിതാവിനോടും ആ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളോടും ഒക്കെ തൻ്റെ ഇടത്തോടു കൂടി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ ആ വാക്ക്, വജഅലഹ കലിമത്തൻ ബാഖിയത്തൻ ഫീ അഖിബിഹി, അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയിൽ നിലനിൽക്കുന്ന വല്ലാത്തൊരു കലിമത്തായി അള്ളാഹു അതിനെ മാറ്റി. ആ വാക്കാണ് ഞാനും നിങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ വാക്കാണ് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ബന്ധക്കാരോട് പറഞ്ഞത്. തഫ്സീറുകളിൽ കാണാം, ആ കലിമത്ത് ഐ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പടച്ച തമ്പുരാൻ ഒരുവനല്ലാതെ വേറെ ആരെയും ഞാൻ എൻ്റെ പ്രാർത്ഥനകൾക്കോ വഴിപാടുകൾക്കോ സഹായം തേട്ടത്തിനോ ഇസ്തിഗാസയ്ക്കോ പ്രാർത്ഥനയ്ക്കോ ദുആക്കോ ഞാൻ വേറെ ആരെയും ഉപയോഗിക്കുകയില്ല, വിളിക്കുകയില്ല എന്ന വാക്കായിരുന്നു. ഐ ലാ യസാലു ഫീ ദുർരിയതിഹി മൻ യഖൂലുഹാ, അദ്ദേഹത്തിന്റെ പരമ്പരയിൽ അദ്ദേഹം പറഞ്ഞ ഈ വാക്ക് പറയുന്ന സന്താനങ്ങളെ അള്ളാഹു നിലനിർത്തി. അള്ളാഹു നമ്മെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ, ഇദ്ദേഹത്തിന്റെ പരമ്പരയെയും. എൻ്റെ സഹോദരങ്ങളെ, എപ്പോഴാണ് മരണം സംഭവിക്കുക എന്ന് നമുക്ക് ആർക്കും അറിയില്ലെന്നൊക്കെ നമുക്കറിയാം, നാം പറയാറുമുണ്ട്. പക്ഷെ ചില മരണങ്ങൾ, ചില സംഭവങ്ങൾ നമ്മെ വല്ലാത്ത ഒരു ടെൻഷനിലേക്കും അല്ലെങ്കിൽ വല്ലാത്ത ഒരു ചിന്തയിലേക്കും അല്ലെങ്കിൽ ചില ആലോചനകളിലേക്കും ദുഃഖത്തിലേക്കും ഒക്കെ നമ്മളെ തള്ളിവിടുന്നു. എല്ലാവരും മരിക്കേണ്ടവരാ, മരിക്കാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. മരിക്കുന്നതിനു മുമ്പ് സന്തോഷത്തോടെ കൂടി പരിശുദ്ധ വചനം ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനും പറക്കുന്നതുള്ള കഴിവ് നാം ആർജിച്ചെടുക്കണം. അത് നമ്മുടെ ജീവിതം ഒന്നുകൊണ്ട് മാത്രമേ അത് കഴിയുകയുള്ളൂ. റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, മാ ഖാല അബ്ദുൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസൻ ദഖലൽ ജന്ന. ആത്മാർത്ഥമായി ഏതൊരു ദാസനും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അവൻ സ്വർഗത്തിൽ കടന്നു. സ്വഹാബികൾ ചോദിച്ചു, വമാ ഇഖ്ലാസുഹാ നബിയെ, എന്താണ് മുഖ്ലിസ്, അതിന്റെ ഇഖ്ലാസ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഞങ്ങളെല്ലാവരും അത് പറയുന്നുണ്ടല്ലോ. റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അൻ തഹ്ജുസഹു അൻ മഹാരിമില്ലാഹ്, അല്ലാഹു നിഷിദ്ധമാക്കിയ, അല്ലാഹു തടഞ്ഞ കാര്യങ്ങളിൽ നിന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് അത് പറഞ്ഞ വ്യക്തിയെ തടയുന്നതായിരിക്കണം. 1000-ഉം 2000-ഉം 10,000-ഉം ലക്ഷവും സഹോദരങ്ങളെ, നാം അത് നാവ് കൊണ്ട് ഉച്ചരിച്ചത് കൊണ്ട് നേട്ടമില്ല, കാര്യമില്ല.
മുഹീദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫി ഖൽബിക കം ഇലാഹ് കുല്ലു ഷൈഇൻ തഅ്തമിദു അലൈഹി വതസിഖു ബിഹി ദൂനല്ലാഹി ഫഹുവ സനമു ലാ യൻഫഉക തൗഹീദുൽ ലിസാൻ മഅ ശിർക്കിൽ ഖൽബ്. കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നീ 10,000 വട്ടം അല്ലെങ്കിൽ 1,00,000 വട്ടം അല്ലെങ്കിൽ കോടി പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് എന്ത് നേട്ടമാ നിനക്കുള്ളത്? നിന്റെ ഹൃദയത്തിൽ എത്രയോ ദേവന്മാരും ദേവികളും ദേവതകളും പ്രതിഭകളും പ്രതിഷ്ഠകളും എത്ര ശക്തികളാണുള്ളത്. ആരെയൊക്കെയാണ് നീ അവലംബിക്കുന്നത്? നിന്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് മറുമരുന്നായി നീ ആരെയൊക്കെയാ കാണുന്നത്, വിളിക്കുന്നത്, നീ തേടിപ്പോകുന്നത്, നീ അവലംബിക്കുന്നത്? കുല്ലു ഷൈഇൻ തഅ്തമിദു അലൈഹി വതസിഖു ബിഹി ദൂനല്ലാഹ്, ആകാശ ഭൂമികളെ നിന്നെയടക്കം സൃഷ്ടിച്ച് സംരക്ഷിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ അല്ലാഹു അല്ലാത്ത ആരെ നിന്റെ ഏത് വിഷയത്തിൽ നീ ഇടപെടിക്കുന്നുവോ ഫഹുവ സനമുക, അതെല്ലാം നിന്റെ ദൈവങ്ങളാണ്. ലാ യൻഫഉക തൗഹീദുൽ ലിസാൻ, നീ ഇങ്ങനെ നിന്റെ വിഷയങ്ങൾക്ക് മറ്റുള്ള വസ്തുക്കളെ അവലംബിച്ചുകൊണ്ട് അവകളിൽ നീ ആശ്രയത്വം കണ്ടെത്തി നിന്റെ ആവശ്യങ്ങൾ പറയാൻ വേണ്ടി നീ തേടി പുറപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ നീ ഉദ്ദേശിക്കുന്നുണ്ടോ, നിനക്കൊരു ഉപകാരവുമില്ല. ലാ യൻഫഉക തൗഹീദുൽ ലിസാൻ, നാവ് കൊണ്ടുള്ള നിന്റെ ഈ തൗഹീദ് അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് നിനക്കൊരു ഉപകാരവും ചെയ്യുകയില്ല. മഅ ശിർക്കിൽ ഖൽബ്, നിന്റെ ഹൃദയത്തിലുള്ള ശിർക്ക് നിലനിൽക്കുന്നിടത്തോളം കാലം. അപ്പോൾ എൻ്റെ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നിഷിദ്ധങ്ങളിൽ നിന്നും കുഫറൻ വിശ്വാസത്തിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും നമ്മെ ഈ വാക്ക് സംരക്ഷിക്കുന്നതാവണം. എത്ര വലിയ പ്രതിസന്ധികൾ നമുക്ക് നേരിടേണ്ടി വന്നാലും ആ സമയത്തെല്ലാം നാം അള്ളാഹുവിൽ മാത്രം അവലംബം കണ്ടെത്തണം. ഒരിക്കൽ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ ഒരു സ്ത്രീ അവരുടെ മകൻ മരിച്ച് ഖബറടക്കിയതിനു ശേഷം ഖബറിന്റെ ചാരത്ത് വന്നിരുന്ന് വാവിട്ട് കരയുകയാണ്. അവർക്കറിയില്ല ഇത് റസൂലാണ് ഈ കടന്നു പോകുന്നതെന്ന്. ആ സ്ത്രീയോട്, വാവിട്ട് കരയുന്ന ആ സ്ത്രീയോട്, അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന സ്ത്രീയോട് റസൂല് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇസ്ബിരി വത്തഖില്ല, ക്ഷമിക്ക്, അള്ളാഹിനെ സൂക്ഷിക്ക്. അള്ളാഹു തീരുമാനിച്ചതല്ലേ നടന്നത്, അതങ്ങനെ തന്നെ നടന്നിരിക്കും, ഖൈറുണ്ടാവാം, ഖൈറുണ്ട്. ആ സ്ത്രീ റസൂലാണെന്ന് മനസ്സിലാക്കാതെ റസൂലിനോട് പറഞ്ഞു, ഇലൈക അന്നി, നിങ്ങൾ എന്നിൽ നിന്ന് മാറിപ്പോകണം. നിങ്ങളെ ഉപദേശം കേൾക്കാനുള്ള സമയം, സന്ദർഭം, അവസ്ഥയല്ല എൻ്റേത്. എൻ്റെ മകനാ മരിച്ചത്, എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവരോട് ആരോ പറഞ്ഞു, അത് റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ ചെന്ന് റസൂലിനോട് ക്ഷമ ചോദിച്ചു. റസൂൽ അവർക്ക് കൊടുത്ത മറുപടി, ക്ഷമ എന്നത് അതിൻ്റെ ആദ്യ ഘട്ടത്തിലാണ്. അതായത് അള്ളാഹുവിൽ നിന്നുള്ള വിധികൾ, സംഭവങ്ങൾ നമുക്ക് സംഭവിക്കുമ്പോൾ നാം അസ്വസ്ഥത പ്രകടിപ്പിക്കാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിൻ്റെ ഉള്ളിൽ നാം ഒതുങ്ങി നിൽക്കണം. എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ അവസരങ്ങളിലും. നബിമാരുടെ മാതൃക എല്ലാം അതാ. നമുക്കറിയാമല്ലോ, യൂസുഫ് സിദ്ദീഖ് അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സംഭവങ്ങൾ ഖുർആനിലുണ്ട്, ഒരധ്യായം തന്നെ. അതിലാകെ പറയുന്നത് ആ മഹാപ്രവാചകന്മാരെ പറ്റിയാണ്, വാപ്പയെയും മകനെയും സഹോദരങ്ങളെയും പറ്റി. എന്തിനാണ് അള്ളാഹു ഇങ്ങനെ എടുത്തു പറയുന്നത്? അവരുടെ സംഭവങ്ങളിൽ, ചരിത്രങ്ങളിൽ വിശ്വാസികൾക്ക് ഗുണപാഠമുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞുകൊണ്ടാ ഈ അധ്യായത്തെ അവസാനിപ്പിക്കുന്നത്. അത് പറയുന്നത് എന്താണ്? ഒരു പിതാവിൽ നിന്നും ഒരു മകൻ പോയി, രണ്ടാമത്തെ മകനും പോയി. ഈ സന്ദർഭങ്ങളിലെല്ലാം ആ പിതാവ് അള്ളാഹുവിനോട് മാത്രമേ അദ്ദേഹത്തിൻ്റെ പ്രശ്നം വിടുന്നുള്ളൂ. ഒരാൾ പോയി രണ്ടാമത്തെ ആളെയും ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം കൊടുത്ത സാക്ഷിപത്രം വല്ലാഹു അലാ മാ നഖൂലു വക്കീൽ എന്ന,
മക്കളെ, ആദ്യത്തെ മകന്റെ, നിങ്ങളുടെ സഹോദരന്റെ അവസ്ഥ നിങ്ങൾക്കറിയാം. ഈ വിഷയത്തിലും നാം പറയുന്നതിൽ അള്ളാഹുവാണട്ടോ സാക്ഷിയത്, വേറെ ആരെയും നിർത്തിയില്ല. അദ്ദേഹം ക്ഷമിച്ചു, സഹിച്ചു. ആ മകനും നഷ്ടപ്പെട്ടു. പിന്നീട് ഇവരെല്ലാം തിരിച്ചു വന്നു. അദ്ദേഹത്തിന് ഉറപ്പുണ്ട്, അദ്ദേഹത്തിനെ സൃഷ്ടിച്ച സംരക്ഷിച്ച അള്ളാഹുവാണ് ഇതെല്ലാം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നതെന്ന്. അദ്ദേഹം ക്ഷമ പ്രകടിപ്പിച്ചപ്പോൾ, പാലിച്ചപ്പോൾ അദ്ദേഹത്തിന് അള്ളാഹു ഇവകളെ എല്ലാം തിരിച്ചു കൊടുത്തു. ശുഐബ് നബി നമുക്കറിയാം, മാരക രോഗങ്ങളാൽ വിഷമിച്ചു, സഹിച്ചു, ക്ഷമിച്ചു, എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം അള്ളാഹു തിരിച്ചു കൊടുത്തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരുപാട് ത്യാഗപൂർണമായ പരീക്ഷണങ്ങളിൽ അദ്ദേഹം ഏർപ്പെടേണ്ടി വന്നു. മകനെ ബലി കൊടുക്കേണ്ടി വന്നു, സ്വന്തം ശരീരത്തെ തീയിൽ സമർപ്പിക്കേണ്ടി വന്നു. എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളണം, അല്ലെങ്കിൽ നിന്നെ ഞാൻ കല്ലെറിഞ്ഞു കൊല്ലുമെന്ന് ജന്മം നൽകിയ പിതാവ് അദ്ദേഹത്തോട് പറഞ്ഞു. അതിനെല്ലാം അദ്ദേഹം ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് മാത്രം പറഞ്ഞു മതിയാക്കി. എനിക്കെൻ്റെ പടച്ചോ മതി. ഇവരിൽ നമുക്ക് മാതൃകയുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ഞാനും നിങ്ങളുമൊക്കെ ഈ വചന വെറുതെ നാവ് കൊണ്ട് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യവും നേട്ടവുമില്ല. അത് നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തരത്തിലേക്ക് ഇറങ്ങി അതവിടെ ഉറയ്ക്കുകയും അതിൽ നിന്നുമായിരിക്കണം നമ്മുടെ ജീവിതം മുഴുവനും കരുപ്പിടിപ്പിക്കേണ്ടത്. അപ്പോൾ നമുക്ക് പലിശയുമായി ബന്ധപ്പെടാനോ, അപ്പോൾ നമുക്ക് ഇസ്ലാമികമല്ലാത്ത വേറെ ഏത് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടാനോ സാധിക്കുകയില്ല. നമ്മെ കലിമ തടഞ്ഞു നിർത്തും. അതാണ് നബിയോടും അല്ല പറഞ്ഞത്, ഫസ്തംസിക്, നബിയെ നിങ്ങൾ മുറുകെ പിടിച്ചോ, ബില്ലദി ഊഹിയ ഇലൈക്, നിങ്ങൾക്ക് നാം വഹ്യ് നൽകുന്ന ആ വാക്കുണ്ടല്ലോ, വാക്കിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളെല്ലാം അതിൽ മുറുകെ പിടിച്ചോ. ഇന്നക അലാ സിറാത്തി മുസ്തഖീം, തീർച്ചയായും തങ്ങൾ നേരായ വഴിയിലാണ്. അങ്ങനെ ഈ കലിമയുടെ അടിസ്ഥാനത്തിൽ ജീവിച്ചു മരിച്ചുപോയ ആളുകൾ, അവരെപ്പറ്റി റസൂൽ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ലൈസ അലാ അഹ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ശത്തുൻ. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് അതിൽ അടിയുറച്ച് ജീവിച്ച് അതിലായി മരിച്ചുപോയ ആളുകൾക്ക് വഹ്ശത്തുൻ ഇൻദൽ മൗതി വലാ ഫി ഖുബൂരിഹിം വലാ മൻശരിഹിം, മരണസമയത്തോ അവർ പിന്നീട് ജീവിക്കുന്ന ബർസഖി ലോകത്തോ പിന്നീട് അവർ അവിടെ നിന്ന് യാത്രയാകുന്ന മൻശർ അഥവാ ഹിസാബിൻ്റെ ലോകത്തോ മഹ്ശറയിലോ അവർക്ക് യാതൊരു വിധത്തിലുള്ള ഏകാന്തതയും പരിഭ്രമവും ദുഃഖവും വിഷമവും ഒന്നും അവർക്ക് നേരിടുകയില്ല. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അടിസ്ഥാനത്തിലാണ് ജീവിച്ചത്. അതിൽ അവർക്കൊരു വിട്ടുവീഴ്ചയും ഒരു വിഷയത്തിലും ആരോടുമില്ല. അതല്ലാത്തതിലെല്ലാം അവർ വിട്ടുവീഴ്ച ചെയ്തേക്കാം. അതിനു വേണ്ടി എന്തെല്ലാം നാടും വീടും കുടുംബവും മാതാവും പിതാവും ഭാര്യയും മക്കളും ഒക്കെ ഉപേക്ഷിക്കേണ്ടി വന്നാലും അതിലൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാട് വച്ചു പുലർത്തുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, ദുഃഖവും വിഷമവും ഒരു പ്രയാസവും ഇല്ല. റസൂൽ പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സൂർ എന്ന കാഹളത്തിൽ ഇസ്രാഫിൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓതുമ്പോൾ ഓഹും യൻഫുദൂന തുറാബ അർറൂസിഹിം, അവരുടെ തലയിൽ നിന്നും മണ്ണുകൾ തട്ടിക്കൊടഞ്ഞുകൊണ്ട് അവർക്കുള്ള മഹ്ശറിലേക്ക് സന്തോഷത്തോടു കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് ജീവിച്ചതിലായി മരിച്ചുപോയവർ എഴുന്നേറ്റ് തലയിൽ നിന്നും മണ്ണ് തട്ടിക്കുടയുന്നത് ഞാൻ കാണുന്നത് പോലെ ഇരിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ സെയ്ദ് മുഹമ്മദിക്കായും അതുപോലെ തന്നെ നമ്മുടെ സന്താനങ്ങൾ, നമ്മുടെ അഭിവന്ദ്യരായ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, ബന്ധുജനങ്ങൾ, സ്വന്തക്കാർ, ലോകത്തുള്ള മുഴുവൻ കലിമ പറഞ്ഞ് അതിലായി അടിയുറച്ചു നിന്നും മരിച്ചുപോയ മുഴുവൻ വിശ്വാസികളെയും വിശ്വാസിനികളെയും ഈ അനുഗ്രഹീത രംഗത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി
ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد جئتمونا فرادا كما خلقناكم أول مرة وتركتم ما خولناكم وراء ظهوركم وما نرى معكم شفعاءكم الذين زعمتم أنهم فيكم شركاء لقد تقطع بينكم وضل عنكم ما كنتم تزعمون സ്നേഹവും ബഹുമാനവും നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി പാലിച്ച് തഖ്വയോടെ ജീവിക്കാൻ, വിശുദ്ധ വചനം മുറുകെ പിടിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാൻ കഴിവിൽ പരമാവധി ശ്രമിക്കണമേ എന്നോട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു നമ്മെ ഉണർത്തുകയാണ്. വലക്കത് ജിത്തുമൂന ഫുറാദ കമാ ഖലഖ്നാകും അവ്വല മറ. നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ ഓരോരുത്തരായി വരിക തന്നെ ചെയ്യും. കമാ ഖലഖ്നാകും അവ്വല മറ. നിങ്ങൾ അങ്ങനെയാണ് ആദ്യം ഞാൻ സൃഷ്ടിച്ചത്. ഓരോരുത്തരെയാണ് നിങ്ങൾ നാം സൃഷ്ടിച്ചത്. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും ഓരോ ഖബറുകളിൽ നിന്നും പുനർജന്മ സമയത്ത് തലയിലെ മണ്ണും തട്ടിക്കുടഞ്ഞ് നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക തന്നെ ചെയ്യും. വതറക്തും മാ ഖവ്വൽനാകും വറാഅ ദുഹൂരിക്കും. നിങ്ങൾക്ക് ഞാൻ നൽകിയതെല്ലാം നിങ്ങൾ നിങ്ങളുടെ പിന്നിലേക്ക് ഉപേക്ഷിച്ചു കൊണ്ടായിരിക്കും വരിക. ഒന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവുകയില്ല. സമ്പാദിച്ചു കൂട്ടിയതും അതുപോലെ തന്നെ വെട്ടിപ്പിടിച്ചതും എല്ലാം നിങ്ങൾ ഉപേക്ഷിച്ചിരിക്കും. നബി പറഞ്ഞതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യം, 2 തിരിച്ചു പോന്നു, 1 മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക, നിങ്ങളുടെ അമലും നിങ്ങളുടെ വിശ്വാസവും. അത് തന്നെ അള്ളാഹു പറയുന്നു, നിങ്ങളുടെ പിന്നിൽ നിങ്ങളെല്ലാം ഉപേക്ഷിക്കും. വമാ നറാ മഅകും ശുഫആഅകും അല്ലദീന സഅംതും അന്നഹും ഫീകും ശുറകാഉ. നിങ്ങളെ ശുപാർശ ചെയ്ത് എൻ്റെ അടുക്കൽ വന്ന് ശഫാഅത്ത് ചെയ്ത് നിങ്ങളെ രക്ഷിക്കും എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന, ജൽപ്പിച്ചുകൊണ്ടിരുന്ന, വാദിച്ചുകൊണ്ടിരുന്ന, അതിനുവേണ്ടി സംവാദം നടത്തി വെറുതെ സമയം കളഞ്ഞ ആ ഒരൊറ്റ ശുപാർശകനും നിങ്ങളോടൊപ്പം കാണുകയേയില്ല. ഒമാനറ, ഞാൻ കാണുകയില്ല, മഴക്കും നിങ്ങളോടൊപ്പം ശുഫആക്കും നിങ്ങളുടെ ശുപാർശകരെ. ആരാണ് ശുപാർശകർ? അല്ലദീന സഅംതും നിങ്ങൾ വാദിച്ചിരുന്നു, അന്നഹും അവർ, ഫീക്കും നിങ്ങളെ, ശുറക്കാവു നിങ്ങളെ ശഫാഅത്ത് ചെയ്ത് രക്ഷപ്പെടുത്തുന്ന ശരീക്കന്മാരാണ് എന്ന്. അവരാരും നിങ്ങളുടെ പിന്നിലില്ല, എല്ലാവരെയും ഉപേക്ഷിച്ച് വലക്കത് ജിഅ്തുമൂന ഫുറാദ, ഓരോരുത്തരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് എൻ്റെ അടുക്കൽ വരിക തന്നെ ചെയ്യും. ലഖദ് തഖത്തഅ ബൈനകും, നിങ്ങളുടെയും നിങ്ങൾ വാദിച്ചു കൊണ്ടിരുന്ന ശുപാർശകരുടെയും ഇടയിലുള്ള എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞുപോയി. വളല്ല അൻകും മാ കുന്തും തസ്ഉമൂൻ, നിങ്ങൾ വാദിച്ചു കൊണ്ടിരുന്ന വാദങ്ങളും നിങ്ങളുടെ ദുർന്യായങ്ങളും ബാത്തിലായ നിങ്ങളുടെ കളവുകളും എല്ലാം ഇതാ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് അൻആം അധ്യായത്തിൻ്റെ 94-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മെ അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും നിലവിൽ ജീവിച്ചു കൊണ്ടിരിക്കുക. അടുത്ത വെള്ളി ഇവിടെ ഉണ്ടോ ഇല്ലയോ നിങ്ങൾക്കറിയില്ല, എനിക്കും അറിയില്ല. അള്ളാഹു നമുക്കൊക്കെ ദീർഘായുസ്സും ആരോഗ്യവും ഇസ്തിഖാമത്തും എല്ലാ നന്മകളും ദീനിൻ്റെ എല്ലാ അഹ്കാമുകളും അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീക്ക് നമുക്കും മക്കൾക്കും കുടുംബങ്ങൾക്കും ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഏത് സമയവും നമ്മുടെ മരണം നമ്മെ നേരിടാം. നാം അതിന് റെഡിയാവണം. ഏത് നാട്ടിലാകട്ടെ, ഏത് അവസ്ഥയിലാകട്ടെ, നാം മരിക്കുമ്പോൾ സഹാബികളൊക്കെ പറഞ്ഞതുപോലെ, ഞാനൊരു മുസ്ലിമായ നിലയിൽ ഏത് നാട്ടിലാകട്ടെ മരിച്ചാലും എനിക്ക് പ്രശ്നമില്ല. ഈ ഒരവസ്ഥ നമുക്കുണ്ടാവണം. അതുകൊണ്ട് അതിന് ഒന്നേ വഴിയുള്ളൂ, ഈ കലിമയെ നാം മുറുകെ പിടിക്കണം. അത് തടഞ്ഞ മുഴുവൻ കാര്യങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ നിന്നും നാം ഒഴിവാക്കണം.
അതാവശ്യപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് നാം ആവാഹിക്കണം, കൊണ്ടുവരണം. അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു ജന്നാത്തുൽ നഈം നൽകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു അവരെയും നമ്മെയും, നമ്മുടെ ഗുരുനാഥന്മാർ, നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുജനങ്ങൾ, നമ്മുടെ കുടുംബം എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ദീനിലായി ജീവിച്ച് ദീനിലായി മരിച്ച് നല്ല നിലയിൽ സജ്ജനങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടാനും അള്ളാഹു നമുക്കും നമ്മുടെ സെയ്ദ് മുഹമ്മദ് ഇക്കാക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും, വേറെയും നമ്മുടെ മസ്ജിദ് സലാമിൽ വന്നുകൊണ്ടിരുന്ന ഒരുപാട് ആളുകളൊക്കെ മരണപ്പെട്ടുകൊണ്ട് അവർക്കും, അതുപോലെ തന്നെ നമ്മുടെ ബന്ധക്കാർ, ലോകത്തുനിന്ന് മരണപ്പെട്ട ഒരുപാട് മുസ്ലിങ്ങളുണ്ട്, അവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. യൗമ നഹ്ശുറുൽ മുത്തഖീന ഇല റഹ്മാനി വഫദാ വനസൂഖുൽ മുജ്രിമീന ഇലാ ജഹന്നമ വിർദ. അള്ളാഹു അറിയിക്കുന്നു, മുത്തഖീങ്ങളെ നാം ഒരുമിച്ച് കൂട്ടും ഖബറിൽ നിന്നും ഇല റഹ്മാനി പരമകാരുണ്യവാനായ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് വഫ്ദൻ സംഘമായി. അള്ളാഹു നമ്മെ ഈ കൂട്ടത്തിലാക്കട്ടെ. വനസൂഖുൽ മുജ്രിമീൻ കലിമയ്ക്കെതിരെ പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്ത അക്രമികളെ നാം ഒരുമിച്ച് കൂട്ടും, കൊണ്ടുവരും. ഇലാ ജഹന്നമ കത്തിക്കാളുന്ന ജഹന്നമിലേക്ക് വിർദ ദാഹിച്ചവശരായ നിലയിലായിരിക്കും കൊണ്ടുവരിക. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. മാ മിൻകും മിൻ അഹദിൻ, നിങ്ങളിൽ ആരുമില്ല, ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് സംസാരിക്കാത്ത ഒരാളും ഉണ്ടാവുകയില്ല. ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ, നമ്മുടെയും റബ്ബിൻ്റെയും ഇടയിൽ ഒരു ദ്വിഭാഷിയും അള്ളാഹു പറയുന്നത് ഇന്നതാണെന്ന് മനസ്സിലാക്കി തരാൻ ഒരു പരിഭാഷകനും ഉണ്ടാവുകയില്ല. ഈ ഒരവസ്ഥ എനിക്കും നിങ്ങൾക്കും നമുക്കും ഒക്കെ നേരിടേണ്ടി വരും. ഫയന്ദുറു ഐമന മിൻഹു, അപ്പോൾ നാം വലത്തേക്ക് നോക്കും. ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം, നാം ചെയ്തതല്ലാതെ ഒന്നും അവിടെ കാണൂല. വയന്ദുറു അശ്അമ മിൻഹു, ഇടത്തേക്ക് നാം നോക്കും. ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം, നാം ചെയ്തതല്ലാതെ വേറൊന്നുമില്ല. വയന്ദുറു ബൈന യദൈഹി, അവസാനം മുന്നിലേക്ക് നോക്കും. ഫലാ യറാ ഇല്ലന്നാർ, കത്തിക്കാളുന്ന ജഹന്നമല്ലാതെ വേറൊന്നും അവിടെ കാണാനില്ല. റസൂല് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫത്തഖുന്നാർ വലൗ ബിശ്ശിഖി തംറ, ഒരീത്തപ്പഴത്തിൻ്റെ ഒരു കീറുകൊണ്ടെങ്കിലും നിങ്ങൾ നരകം സൂക്ഷിക്കണേ എന്ന്. അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ ഒരവസ്ഥ അഭിമുഖീകരിക്കേണ്ടുന്നവരാ, റബ്ബിൻ്റെ അടുക്കൽ വരേണ്ടവരാണ്. റബ്ബിൻ്റെ അടുക്കൽ ഒരു ദ്വിഭാഷിയും ഇല്ലാതെ നേരിട്ട് സംസാരിക്കേണ്ടി വരും. അങ്ങും ഇങ്ങും ഒക്കെ പരിഭ്രാന്തത്തോടു കൂടി നോക്കും. നാം ചെയ്തു കൂട്ടിയതല്ലാതെ വേറൊന്നും അവിടെ കാണാനില്ല, നമ്മെ രക്ഷിക്കാനുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങളിൽ മുന്നേറാൻ, വിശ്വാസത്തെ ഉറപ്പിച്ച് മുന്നേറാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സത്താർക്കാട് സഹോദരൻ നാസർക്ക വളരെ അത്യാഹിതമായിട്ട് നമ്മുടെ അമൃത ഹോസ്പിറ്റലിലായിരുന്നു.